ഓ വന്നോ? ഇന്ന് എവിടെയായിരുന്നടി പാട്ടൊക്കെ ഒത്തും? നീ കഴിക്കടോ. പെണ്ണെ മുമ്പൊന്ന് മാറടി. പോയി കിടന്നുറങ്ങാളെ. തള്ളേനെ കാലിനും വേണ്ടേ. ഗോപിയെ ഇതൊന്ന് ശരിയാക്കിയേ. ആ പെണ്ണ് ഇത് കടത്തി പണ്ടാരടക്കെ മനസ്സമാധാനത്തോട് കണ്ടുപിടിക്കാൻ ഈ തള്ള സമ്മതിക്കൂല. എന്താണേ എപ്പ ടി വി വെച്ചാൽ ഈ കുരുപ്പ് വന്ന് നിർത്തും. അശ്രീകരം 24 മണിക്കൂറും തള്ള ടിവിയുടെ മുമ്പ് തന്നെ. ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൂട്ടും. പറഞ്ഞല്ലാതെ വേണ്ട. ഇവളെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ ഗോപിയേട്ടാ? ആദ്യം നീ നശൂലത്തിന്റെ തെരഞ്ഞ ആരിങ്ങോട്ട് വരാനാ? ആ ലൈൻമാൻ ദിവാകനെ എത്ര തവണ ഇവിടെ അന്വേഷിച്ചു വന്നതാ. അപ്പൊ ഇവൾക്ക് അവൻ സൗന്ദര്യം പോരാന്ന്. നിനക്ക് എത്ര വയസ്സായടി? അറിഞ്ഞിട്ടിപ്പ എന്തിനാ? നിന്റെ അമ്മയുടെ 16-ന്. കുമാര, എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി നീ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഇനിയിപ്പൊ വല്ല ചട്ടനോ പൊട്ടനോ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അക്കാര്യത്തിൽ 10 പൈസ ഞാൻ ചെലവാക്കൂല. അത്ര ബുദ്ധിമുട്ടി ഇവിടെ ആരും എനിക്ക് ചെറുക്കനെ ഉണ്ടാക്കണ്ട. സ്വന്തം കൂടെ വയസ്സറിയില്ല. പിന്നെ ആ ചെക്കൻ എന്താടി നിന്ന് പെറുപിറുക്കുന്നത്? തിങ്കളാഴ്ച ഇവിടെ കുറച്ചു പേര് വരും പെണ്ണേ. നീ കണ്ടവിടെ സർക്കിട്ട് അടിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. മാറ്റി കാട്ടത്. ഈ പെണ്ണ് ഗോപിയെ ഇവളെ പിന്നെയും കടത്തി. എന്തേ? ഒരു ഫോട്ടോ എടുക്കണം. പാസ്പോർട്ടാ? അല്ല, സിനിമയിലേക്കാ. മുനീറേ, ഐ സിനിമയ്ക്കല്ലേ? മുനീറേ, എന്തിയേ? സിനിമയ്ക്ക് അത്രേ. ഒന്നെടുത്തു കൊടുത്താളാ. ഏത് പടത്തിൽക്കാ? അതറിയൂല. നായകനാ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആൽബത്തിലെ മൊഞ്ചുള്ള ഹസീന. കണ്ടണ്ട? ഇല്ല. ഷൂട്ടിങ് മുഴുവനും കഴിഞ്ഞപ്പോ ഹസീന എന്റെ തലയിലായി. അതോടെ അഭിനയം നിർത്തി. ഒന്ന് ചെറുക്കി. അയച്ചാ മതി. നിങ്ങക്ക് നായക വേഷം ഉറപ്പാ. നീ ഇങ്ങനെ ഉറപ്പിക്കാൻ തുടങ്ങിയിട്ട് 10-15 പ്രാവശ്യമായി. ഇന്നേ വരെ നായകൻ പോയിട്ട് തല കാണിക്കാൻ പോലും ആരും വിളിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ബേജാറാവാണ്ടിരിക്കണ്ടിക്ക. പട്ടണപ്രവേശത്തിൽ ലാലേട്ടൻ പറയണില്ലേ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടെന്ന്. പട്ടണപ്രവേശത്തിലല്ലടി പോത്തെ, നാടോടിക്കാറ്റില്. ആ പക്ഷെങ്കിലൊന്ന് വേഗം വേണം കേട്ടോക്കാ. ഇനി സുഹറാന്റെയും സീനത്തിന്റെ നിക്കാ കഴിഞ്ഞാ പിന്നെ നിക്കങ്ങള് നായകനാവിടുന്ന് കാത്തിരിക്കാൻ പറ്റൂല. ഉപ്പ എന്നെ വേറെ ആർക്കെങ്കിലും പിടിച്ചു കെട്ടിച്ചു കൊടുക്കും. ഏത് സുഹറാൻ സീനത്തും? എന്റെ എത്താത്തമാരേ. ഓ, എന്റെ വാപ്പ ഇങ്ങനെ 4-5 ഉണ്ടാക്കിയോണ്ട് ഇത്തിരി സമയം കിട്ടി. എന്റെ വാപ്പാനെ കളിയാക്കണ്ടോ നിങ്ങള്? ടെൻ ടെടേങ്. അല്ല, ഡയറി മിൽക്ക്.
നാളെ ദുബായിന്ന് ഫേസലൊക്കെ വന്നപ്പോ കൊണ്ടുവന്നേനും ഒക്കെ തീർന്നു. ഇതിന് വീട്ടിൽ കൊണ്ടുപോവാ. സുഹറാക്കും സീനത്തിനും കൊടുക്കാലോ. ചോരക്കും സീനത്തിനും ഓരുടെ ആൾക്കാർ വാങ്ങിക്കൊടുത്തോളൂ. ഇത് നമുക്ക് രണ്ടാക്കും. നിങ്ങള് സിനിമ നടനാവുമ്പോ കൊറേ നായകന്മാരുടെ കൂടെ ഒക്കെ അഭിനയിക്കേണ്ടി വരില്ലേ? അപ്പോ നിങ്ങൾ ശരിക്കും അവരെയൊക്കെ പോയി കെട്ടിപ്പിടിക്കോ? എടി ബുദ്ധൂസേ, അതൊക്കെ ക്യാമറ ട്രിക്ക് അല്ലേ? ഇപ്പോ ഞാനൊരു നായികേനെ കെട്ടിപ്പിടിക്കുന്ന സീനാന്ന് വിചാരിക്കാം. ഇവിടെ ശരിക്കും ആളുണ്ടാവില്ല. ഞാൻ ആളുണ്ടെന്ന് കരുതി കെട്ടിപ്പിടിക്കും. പിന്നെ നായികേനെ ക്യാമറ ട്രിക്ക് ചേർക്കും. ഇപ്പൊ ഒരു മുത്തം വെക്കണ രംഗാന്ന് വിചാരിക്ക. ഗോപി, നീ പിന്നെയും കെട്ടിയാ? നിക്ക് നിക്ക് നിക്ക്. ഇത് ഇവന്റെ എത്രാമത്തെ കല്യാണാവോ? വാ. എന്നാ പിന്നെ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്താ മകന്റെ പേര്? സമയാന്തൻ. ഏ? സമയാന്തൻ. ആ, നീ പോയിട്ട് ഒരു ചായ തിളപ്പിക്ക്. മോളെ സാവിത്രി, അവളുടെ തള്ളയെ നിങ്ങൾ കെട്ടിക്കൊണ്ടു വന്നപ്പോഴേ എനിക്കൊരു ശല്യമായിരുന്നു. ഇപ്പോഴെന്താ ബളും. ഓ, ഞാൻ വന്നത് സാവിത്രിക്ക് ഇഷ്ടായില്ലെന്നാ തോന്നണേ. അതൊന്നും നീ നോക്കണ്ട, അവളോട് പോവാൻ പറ. അതിന്റെ മോളല്ലേ, നശൂലത്തിന് ആരുടെങ്കിലും കൂടെ പറഞ്ഞേച്ചാ പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ. എന്താ അവളുടെ ഒരു ഭാവം. എന്താണ് ഇനി കാണിച്ചത്? എന്റെ വീട്ടിൽ കളിച്ചത് ഒരു പട്ടിയും ചോദിക്കാൻ പറ്റില്ല. കാണിച്ചറിയില്ല എനിക്ക്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചോദിക്കും. ഒരു പട്ടിയും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ മിണ്ടല്ലേ എവിടേക്കും പോയി തോന്നിയട്ടെ. നീ ഒന്നും പറയാനുള്ള എന്ത് പറയാനാണ് പഠിച്ചോട്ടെ കാഞ്ഞടിച്ചു ഓട്ടിക്കുന്നു. ആ സാവിത്രേ, ഞങ്ങള് കൊണ്ടുവിടണോ? പോടാ പട്ടി. വിടറാ, ചീള് കേസ്. നീ വാ. പുതിയ ആള് വീട്ടിൽ വന്നതിന്റെ ലക്ഷണം മുഖത്തുണ്ടല്ലോ. ചേച്ചി, മോള് പോയി കിടന്നു.
നീ വല്ലതും കഴിച്ചോ മോളെ? ഉം? സാവിത്രി മോളെ, പിടിച്ചേ. അപ്പൊ ചൂലോ? ചൂലൊക്കെ ഞാൻ പിടിച്ചോളാ. ഇതിപ്പോ എന്തിനാ എന്റെ കയ്യില്? സൈക്കിള്. ആഹാ, ഇവിടെ മുഖത്ത് വെണ്ണീറും തേച്ചിക്ക. ഓടാ. നജീബേ, മദ്രാസിന്ന് രാഘവന്റെ പീഡിയൽക്ക് വിളി വന്ന്. ഹംസക്ക പറഞ്ഞതാ, ഓരെന്നെ സിനിമയിലെടുത്തത്. ഇന്ന് എന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. തന്നെ പടച്ചോനാണ്. വന്നേ. എന്തേ കാട്ടുന്നേ? ഈ ചെരുപ്പിട്ടിട്ടില്ല. ചെരുപ്പ് വിട്ടോ വിട്ടോ. ചവിട്ട് ചവിട്ട്. നിർത്ത് നിർത്ത്. ചേട്ടാ ഒരു സ്റ്റഡി. ഉമ്മ. നജീബേ, ഈ ഇങ്ങനെ എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ലട്ടാ. കഴിഞ്ഞില്ലേ ഇതുവരെ? ഇക്ക പൊക്കോട്ടുമ്മ. ഒന്നുമില്ലെങ്കി എനിക്കിത്തിരി ഗമകാട്ടി നടക്കാലോ. എന്റെ ഇക്ക സിനിമ നടനാന്നും പറഞ്ഞ്. നബീസ്വേ, ഇതരിഞ്ഞു തീർന്നെങ്കിലേ ആ ചെരുവെടുത്ത് ഈ തേങ്ങ ചെരുവിയെ എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അയ്യ, ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചുവിടേണ്ട പെണ്ണാണ്. 24 മണിക്കൂറും ഫോൺ തന്നെ. എന്റെ ഉമ്മ, നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കായക്കച്ചവടമായിട്ട് കഴിഞ്ഞോട്ടെന്നാ. ആ, എന്താടാ കായക്കച്ചവടത്തിനൊരു കുറവ്? അതുകൊണ്ടല്ലേ ഈ ഞാനൊക്കെ വെള്ളം കുടിച്ച് കഴിയണേ. അതല്ലുമ്മ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോ കോഴിക്കോടും തിരൂരും പരപ്പനങ്ങാടിയിലും എന്റെ തല വെച്ച പോസ്റ്ററുകൾ ഇങ്ങനെ. അതോടുകൂടി എന്റെ തലയുണ്ടാവും. പരപ്പനങ്ങാടിയിലല്ല, ഈ പോരെന്റെ മധുരമ്മ. അന്റെ ബാപ്പ അതാടെ വെട്ടിവെക്കൂ. എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ല എന്റെ നജീബേ. അന്റെ ബാപ്പ അറിഞ്ഞ എന്താവും സ്ഥിതി നീ ആലോചിച്ചിട്ടുണ്ടാ? എന്റെ ഉമ്മ, ഞാൻ തിരിച്ചു വന്നിട്ട് വാപ്പാനെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കോളാം. അതുവരെ പിടിച്ചിരിക്കാൻ ഒരു ചെറിയ കള്ളം. എന്ന് പോയി എന്റെ നജീബേ. ഞാൻ പറഞ്ഞോട്ടുമ്മ, മദ്രാസിൽ ഒരു കോളേജ് തുടങ്ങുന്നുണ്ട്, അവിടെ കമ്പ്യൂട്ടർ പഠിക്കാനെന്ന് പറഞ്ഞാ മതി. ഉമ്മ പറഞ്ഞ വാപ്പ വിശ്വസിച്ചോളും. ഇല്ലാച്ചാ പിന്നെന്താ വേണ്ടതെന്ന് അറിയാം. ആദ്യമായിട്ടും അവസാനമായിട്ടും ഉമ്മാന്റെ മോനൊരാഗ്രഹം പറഞ്ഞിട്ട്. എന്റെ നജീബേ, ഈ എന്നെ ബേജാറാക്കല്ലേ. അതാണുമ്മ ഞാൻ പറഞ്ഞത്. വാ നടക്കുമ്മ. പറയണ കേക്ക്. ഉമ്മ ആ ഫോൺ തുപ്പാനെ വിളിച്ച് കാര്യം പറയും. മദ്രാസ് എന്ന് പറഞ്ഞാൽ പോർഷ്യലൊന്നും അല്ലല്ലോ. ഏറിയ 2 മാസം. അത് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് വരില്ലേ. മാറിക്കിടി. ഉമ്മ ബെല്ലുണ്ട്. ഹലോ. ആ, അതവിടെ കൊടുത്തിട്ട് ഇജ്ജ് വേഗം വന്നാ മതി. ആ ഓക്കോ. ആ പറയൂ. ഓൻ്റെ ഇഷ്ടം അതാച്ചാ ഓൻ പൊയ്ക്കോട്ടെ. പിന്നെ കോളേജ് ചേരാൻ കായ് വല്ലതും വേണമെങ്കിൽ ഓനോട് പീടിയേക്ക് വരാൻ പറ. ആയിക്കോട്ടെ, പറയാം പറയാം. ഒരു വിധത്തിൽ മൂപ്പര് സമ്മതിച്ച്.
അനക്ക് സന്തോഷായ